റെയിൽവേ നിർമ്മാണ സാമഗ്രികൾ കയറ്റിയ പിക്കപ്പ് വാൻ മറിഞ്ഞ് കൊല്ലത്ത് ഒരാൾക്ക് ഗുരുതര പരിക്ക്. തമിഴ്നാട് സ്വദേശിയായ പളനി വേലുവിനാണ് പരിക്കേറ്റത്. ഇരുമ്പ് കമ്പികളും പിക്കപ്പ് വാനും തൊഴിലാളിയുടെ ദേഹത്ത് പതിച്ചു. പിന്നിലേക്കെടുത്ത പിക്കപ്പ് വാനിന് സൈഡ് പറഞ്ഞു കൊടുക്കവെയാണ് പിക്കപ്പ് മറിഞ്ഞ് ഇയാളുടെ ദേഹത്തേക്ക് വീണത്. കൂടെയുണ്ടായിരുന്ന കരാറുകാരനും മറ്റൊരു ജീവനക്കാരനും ബഹളം വെച്ചതിനെ തുടർന്നാണ് കൊല്ലം പ്രസ് ക്ലബിന് സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ഓടിയെത്തി ഇയാളുടെ ദേഹത്ത് കിടന്ന സ്ക്വയർ ട്യൂബുകൾ മാറ്റി രക്ഷപ്പെടുത്തിയത്. നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും അരമണിക്കൂറോളം നടത്തിയ കഠിന പരിശ്രമത്തിനൊടുവിലാണ് ഇയാളെ പുറത്തെടുത്തത്. ഇവിടുന്ന് ആംഗ്ലർ വണ്ടി കൊണ്ടുപോയപ്പോ വണ്ടി എങ്ങനെ ചരിഞ്ഞു, പുള്ളിക്കാരൻ അടിയിലായി പോയി. എത്ര നേരം കഷ്ടപ്പെട്ടെടുത്തേ? 10-15 മിനിറ്റ്. അമ്പെല്ലാം അതിന്റെ മേളിലായിരുന്നു. ഉടൻ തന്നെ ഓട്ടോ തൊഴിലാളികൾ ജില്ലാ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പളനി വേലുവിനെ പ്രവേശിപ്പിച്ചു. ഇയാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവർത്തനങ്ങൾ സ്റ്റേഷന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ കിടക്കുന്ന ഇരുമ്പ് സ്ക്വയർ ട്യൂബുകൾ പിക്കപ്പ് വാനിൽ കയറ്റി ഡിപ്പോ സ്റ്റോറിലേക്ക് മാറ്റുന്നതിനായി കൊണ്ടുപോകവെയാണ് ദാരുണ സംഭവമുണ്ടാകുന്നത്. ഡിപ്പോയിലേക്ക് കൂറ്റൻ ഇരുമ്പ് പൈപ്പുകൾ ഇറക്കുന്നതിനായി പിന്നിലേക്കെടുക്കവേ ഡിപ്പോയിലെ പ്ലാറ്റ്ഫോമിൽ ടയർ കയറി മറിയുകയായിരുന്നുവെന്നാണ് കോൺട്രാക്ടർ പറഞ്ഞത്. പിക്കപ്പ് വാനിൽ കയറ്റാവുന്നതിൽ കൂടുതൽ ഇരുമ്പ് സ്ക്വയർ ട്യൂബുകളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. എന്നാൽ സംഭവസ്ഥലത്ത് എത്തിയ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നിലപാട് പ്രതിഷേധത്തിനും ഇടയാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.